ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നത് പോലെ നമുക്ക് ഡയമണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ കൺസിഡർ ചെയ്യാമോ എന്നുള്ളതാണ് ഇപ്പോൾ പലരും ഒരു കൺസേൺ ആയിട്ട് ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡയമണ്ടിന് ഗോൾഡിനെ അപേക്ഷിച്ച് ഒരു ഇമോഷണൽ വാല്യൂ ആണ് കൂടുതലുള്ളത്. ഗോൾഡിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ നോക്കുമ്പോൾ നല്ലൊരു വാല്യൂ ഉണ്ട്. ആ ഒരു വാല്യൂ നമുക്ക് ഡയമണ്ടിന് കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിന് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻ്റർനാഷണലി അതിനുള്ളൊരു ആക്സെപ്റ്റൻസ്, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മെക്കാനിസം ഉണ്ട്. അതിൻ്റെ പ്രൈസിങ്ങിനായിക്കോട്ടെ, അതിൻ്റെ പ്യൂരിറ്റി ആയിക്കോട്ടെ. ഡയമണ്ടിന് അത്രയ്ക്കൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഒരു പ്രൊസീജിയർ ഇല്ല. പിന്നെ മറ്റൊരു ഇതെന്ന് വെച്ചാൽ ഗോൾഡ് ഒരു ഹെഡ്ജിങ്ങിന് നല്ലൊരു ഹെൽപ്ഫുള്ളായ ഒരു ടൂൾ എന്നുള്ള രീതിയിലും ഗോൾഡ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഡയമണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇതിൽ വരുന്നില്ല. ഈ ഡയമണ്ടിന് വേറെന്ന് വെച്ചാൽ കൂടുതലും നമുക്ക് കാണാം ഒരു HNI കാറ്റഗറിയിലുള്ള ആൾക്കാരെല്ലാവരും കൂടി അവരൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇത് ഡയമണ്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ സംഭവിക്കുക വെച്ചാൽ അവർക്ക് ഒരു ലിക്വിഡേഷൻ ഇമീഡിയറ്റ്ലി ചിലപ്പോൾ ആവശ്യകത വന്നോളന്നില്ല. പിന്നെ അവർക്ക് ഇതിൻ്റെ പ്രൈസിങ് അപ്രിസിയേഷനും കുറേ നാളുകൾ ക്യാഷായിട്ടായാലും മതി. അവർക്കൊരു ഇമോഷണൽ വാല്യൂ ആണ് ഇതിന് കൂടുതലുള്ളത് ഗോൾഡിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഗോൾഡിന് തന്നെയാണ് ഡയമണ്ടിനേക്കാൾ മുൻതൂക്കം കൂടുതലുള്ളത്.